ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലേ മേക്കിംഗ് ആണ്. ആദ്യം തന്നെ ഒരു കുഴി കുഴിച്ചതിന് ശേഷം കുഴി കുഴിച്ചില്ലേ അതിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഇടുക. ബക്കറ്റിലും വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി നടുവിൻ്റെ ഒരു പരുവ് ഇളക്കിട്ടോ. അതിന് ശേഷം ഇതുപോലെ നെറ്റൊക്കെ കൊടുന്ന് വന്നിട്ട് മറ്റേ ബക്കറ്റിൽ വെക്കുക. എന്നിട്ട് കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ കവറോ പ്ലാസ്റ്റിക് കവറോ വെച്ചിട്ട് ഇതുപോലെ മണ്ണും വെള്ളം കലക്കിണ്ടായിരുന്നു അതിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക. കല്ലും വേരൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ കളഞ്ഞിരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ അതൊക്കെ എടുത്ത് കളയുമ്പോൾ നടുവൊക്കെ ഒരു പരിവ് ഉണ്ടാവട്ടോ. ഇതുപോലെ മറ്റേ കൈക്കുട്ടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ മണ്ണൊക്കെ കിളക്കിയും പിന്നെ ഇതുപോലെ മണ്ണൊക്കെ കോരിയെടുത്ത് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യണത് കാരണം നടുക്ക് ഒരു പരിവായി. അതിനിടയ്ക്ക് വെച്ചിട്ട് കഷ്ടകാലത്തിന് അവിടെ ഒറ്റ മൈന ഉണ്ടായിരുന്നു ഗൈസ്. അന്നത്തെ ദിവസമാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഒരു കേടും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു വിശ്വാസമാണെന്ന് എനിക്ക് ആ നേരത്താണ് മനസ്സിലായി. പിന്നെ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞു ഇരിക്കുന്നുള്ളൂ. ഈ കാണുന്ന വെയിൽ ഞങ്ങളെ പറ്റിച്ചതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല മഴയുടെ കളിപ്പൂരായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ലീവൊക്കെ കിട്ടി. ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതിന് ശേഷം നേരത്തെ കലക്കി വെച്ചിട്ടാണ് അതിലത്തെ മണ്ണ് മറ്റേ വേരൊക്കെ എടുത്ത് കളഞ്ഞില്ലേ. അതിന് ശേഷം അതിൻ്റെ വെള്ളം മണ്ണൊക്കെ കൂടി മറ്റേ നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കാൻ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയായിട്ടാണ് അരിക്കുന്നത്. അങ്ങനെ അരിക്കുകയാണെങ്കിൽ ഒരു ക്ലേ ഉണ്ടാവില്ല, ഒരു മണ്ണാങ്കട്ട ഉണ്ടാവില്ല. ഞാൻ അരിച്ചിട്ട് നല്ല സുഖിച്ച് ഹായ് തിളങ്ങിക്കണ്ടല്ലോ. എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് അടിച്ചുടനെ ഞാൻ അതിൽ കൈയിട്ട് നോക്കിയപ്പോഴും മനസ്സിലായില്ല ഒരു ക്ലേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മണ്ണൊക്കെ കിളച്ച് തുണിയൊക്കെ കണ്ടെത്തി. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അങ്ങനെ ഇതുപോലെ അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു നിഴലടിക്കുന്ന ഡ്രസ്സ്, അതായത് കട്ടിയൊന്നുമില്ലാത്ത ഡ്രസ്സ് ഉപയോഗിക്കുക. ആദ്യം തന്നെ നെറ്റ് ഉപയോഗിച്ചിട്ടടിക്കണം. അതിന് ശേഷം ഇതുപോലത്തെ തോർത്തോയിൽ വെച്ചിട്ട് ഉപയോഗിക്കണം. എന്നിട്ട് അത് കുറേ നേരത്തേക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുക്കുക. പിന്നെ എനിക്ക് വേറൊരു തെറ്റ് പറ്റി. ഇതുപോലെ എൻ്റെ കുറേ ഒന്നും ക്ലേ ഉണ്ടാവാറില്ല, കുറച്ചേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാൻ വെച്ച തുണി ചെറുതായി പോയി. അങ്ങനെ അമ്മയുടെ പഴയൊരു ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ട് അതിലും ഫില്ലായില്ല. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ ഉണ്ടാവണേ. കിട്ടിയാണ്ടായിരുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ കിട്ടണം. എനിക്കാണെങ്കിൽ ഫെയറും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഉണ്ടാക്കണം. പ്രാക്ടീസ് ചെയ്യാൻ മാത്രമാണ്. ഈ ഫെയർ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ എടുത്ത് കളിക്കുക. ഇപ്പം പുറത്ത് മഴയായ കാരണമാണ് അകത്തിരുത്ത് ഉണക്കണത് കേട്ടോ. കിഴി കെട്ടി വെച്ചത് തുറന്നതിന് ശേഷം നന്നായി പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉണക്കിയിട്ട് അത് പറിച്ചെടുക്കണം. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കിഴി കെട്ടിയ തുണി അതിലത്തെ വെള്ള കയ്യിൽ തന്നെ ഇങ്ങനെ ഉണങ്ങി കിടക്കായിരുന്നു. അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഇതുപോലെ ക്ലേ ഉണങ്ങാൻ പാടായിരുന്നു. അതിന് ശേഷം ഞാൻ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബോർഡ് വെച്ചിട്ട് അതിൽ ഞാനിങ്ങനെ ഉണക്കാൻ വെച്ചിട്ട് ഇതുപോലെ നന്നായി കുഴച്ച് കൊടുക്കണം. കുഴച്ച് കൊടുത്താലാണ് നന്നായി സോഫ്റ്റ് ആവും. എനിക്ക് കുഴയ്ക്കാൻ പറ്റണില്ല. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ എന്ത് ചെയ്യാന്നുള്ള രീതിക്ക്. അതുകൊണ്ട് ഇത് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കൈമൊക്കെ കുറേ ക്ലേ നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ ചെയ്യണ്ടായിരുന്നത്. പിന്നെ ഈ മഴ എന്ന് പറയണപ്പോൾ കുറച്ച് കൂടുതലായ കാരണം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വീട്ടിൽ സേഫ് അല്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ കുറച്ച് പിശിക്കായ കാരണം ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ വഴുകി പോവും. അപ്പോൾ കയ്യിലൊക്കെ കുറേ ഇങ്ങനെ ആവും. അതുകൊണ്ട് ഞാനിവിടെ ഒരു കളറിൻ്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഉരച്ച് കൊടുക്കണം. അങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ അതിലത്തെ ഇങ്ങനെ പൊടിയും എന്താ വെച്ചാൽ വരുമ്പോൾ ഞാനത് ക്ലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കൈമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഞാൻ ഉരച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് നന്നായി മസാജ് മീൻസ് നമ്മുടെ ക്ലേ ഇങ്ങനെ കുഴയ്ക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ് മീൻസ് നമ്മൾ മറ്റേ ഇത് ക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ലേക്ക് നല്ല കാണാണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. ബായ്.